ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 69 രാസക്രീഡ. ശ്ലോകം 5. ശ്രദ്ധയാ വിരചിതാനുഗാനകൃതതാരതാരമധുരസ്വരേ നർത്തനേഥ ലളിതാംഗഹാരലുളിതാംഗഹാരമണിഭൂഷണേ സമ്മതേന കൃതപുഷ്പവർഷമലമുന്മിഷദ്ദിവിശതാം കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവധൂകുലം. ഈ ശ്ലോകം പിരിച്ചിട്ട് അതിലെ അർത്ഥം നോക്കാം. സ്പർദ്ധയാ വിരചിതാനുഗാന കൃതതാരതാര മധുരസ്വരേ നർത്തനേഥ ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മതേന കൃത പുഷ്പവർഷം അലം ഉന്മിഷത് ദിവിശതാം കുലം ചിന്മയേ ത്വയി നിലീയമാനം ഇവ സമ്മുമോഹ സവധൂകുലം. വാക്കുകളുടെ അർത്ഥം നോക്കാം. അഥ അനന്തരം ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടി വിരചിതാനുഗാന കൃതതാരതാര മധുരസ്വരേ പാട്ടേറ്റുപാടി ഉയർന്നുയർന്നു വന്ന മധുരസ്വരത്തോടു കൂടിയതും ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ മനോഹരമായ അംഗചലനങ്ങളോടു കൂടിയതും സ്ഥാനം തെറ്റിയ മാലകളോടും രത്നാലങ്കാരങ്ങളോടും കൂടിയതുമായ നർത്തനെ നൃത്തത്തിൽ സവധൂകുലം വധുക്കളോടുകൂടി എത്തി ദിവിശതാം കുലം ആകാശത്തിൽ വന്ന ദേവന്മാരുടെ സമൂഹം സമ്മതേന സന്തോഷം കൊണ്ട് കൃതപുഷ്പവർഷം പൂവ് വർഷിച്ച് അലം ഉന്മിഷത് അതിശയത്തോടുകൂടി കണ്ണുമിഴിച്ച് രാസലീല കണ്ട് ചിന്മയെ ബ്രഹ്മാനന്ദ സ്വരൂപമായ ത്വയി അങ്ങയിൽ നിലീയമാനം ഇവ നന്നായി ലയിച്ചതുപോലെ സമ്മുമോഹ മോഹത്തെ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സ്പർദ്ധയാ, ചില ബുക്കിൽ ശ്രദ്ധയാ എന്നും ആയിരിക്കും, രണ്ടും ശരിയാണ്. ശ്രദ്ധയാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിരചിതാനുഗാന കൃതതാരതാര മധുരസ്വരേ, മധുര എന്നുള്ളതിൻ്റെ ധൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. നർത്തനേഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ലളിതാംഗ ഗ എന്നാണ്. ലളിതാംഗ ഹാര ലുളിതാംഗ ഹാരമണിഭൂഷണേ ഭൂന്ന് ഊന്നി പറയണം. സമ്മതേന കൃത പുഷ്പവർഷം അലം, അവിടെ ചെറിയ വരട്ടിട്ടുണ്ട്, ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ കൃത പുഷ്പവർഷമലമുന്മിഷ ദിവിശതാം, ചേർത്ത് ചൊല്ലുമ്പോൾ ദി എന്നുള്ളത് ഡബിളായിട്ട് വരും. ഉന്മിഷത് ദിവിശതാം, അങ്ങനെ 2 ദാന്ന് ചേർന്നിട്ട് ദി എന്ന് എഴുതിയിരിക്കുന്നത്. കുലം ചിന്മയേ ത്വയി നിലീയമാനം ഇവ, ചേർത്തിട്ട് നിലീയമാനമിവ സമ്മുമോഹ, മു എന്നുള്ളത് 2 മാന്നുണ്ട്, മെല്ലെ നൂന്നണം. സമ്മുമോഹ സവധൂകുലം, ധൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്രദ്ധയാ വിരചിതാനുഗാന കൃതതാരതാര മധുരസ്വരേ നർത്തനേഥ ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മതേന കൃതപുഷ്പവർഷമലമുന്മിഷദ്ദിവിശതാം കുലം ചിന്മയേ
ത്വയി നിലീയമാനമിവ സമ്മുമോഹസവധൂകുലം. അടുത്തത് 6ാമത്തെ ശ്ലോകം. സ്വിന്ന തനുവല്ലരീ തദനു കാപി നാമ പശുപാംഗനാ കാന്തമം സമവലംബതേ സ്മ തവ താന്തി ഭാരമുകുളേക്ഷണാ കാചിതാചലിതകുന്തളാ നവപടീരസാരഘനസൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബഭുജമഞ്ജിതോരു പുളകാങ്കുരാം. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിലെ അർത്ഥം നോക്കാം. സ്വിന്ന സന്ന തനുവല്ലരി തദനു കാപി നാമ പശുപാംഗന കാന്തം അംസം അവലംബതേ സ്മ തവ താന്തിഭാര മുകുളേക്ഷണ കാചിത് ആചലിത കുന്തള നവപടീരസാര ഘന സൗരഭം. ഇതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തദനു അനന്തരം കാപി ഒരു പശുപാംഗന നാമ ഗോപവനിതയാകട്ടെ സ്വിന്ന സന്ന തനുവല്ലരി വിയർത്തു തളർന്ന ശരീരത്തോടും താന്തിഭാര മുകുളേക്ഷണ ക്ഷീണാധിക്യം കൊണ്ട് കൂമ്പിയ കണ്ണുകളോടും കൂടി തവ അങ്ങയുടെ കാന്തം മനോഹരമായ അംസം തോളിനെ അവലംബതേ സ്മ ആശ്രയിച്ചു കാചിത് മറ്റൊരുത്തി ആ ചലിത കുന്തള ഇളകി തലമുടി അഴിഞ്ഞവളായി നവപടീരസാര ഘനസൗരഭം പുതിയ ചന്ദനക്കൂട്ടിൻ്റെ തിങ്ങിയ സുഗന്ധത്തോടു കൂടിയതും അഞ്ചിതോരു പുളകാങ്കുരം മനോഹരമായി ഏറെ രോമാഞ്ചമണിഞ്ഞതുമായ തവ അങ്ങയുടെ ഭുജം കൈ വഞ്ചനേന വ്യാജമായി സഞ്ജുചുംബ ചുംബിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സ്വിന്ന സന്ന സ്വി നവാള ചിഹ്നം വള്ളി അതൊക്കെ ശ്രദ്ധിച്ചോളൂ. തനുവല്ലരി തദനു കാപി നാമ പശുപാംഗന കാന്തം അംസം അവലംബതേ ചേർത്തിട്ട് കാന്തമംസമവലംബതേ സ്മ തവ താന്തിഭാര ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുകുളേക്ഷണ ക്ഷ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. കാചിത് ആചലിത ചേർത്തിട്ട് കാചിതാചലിത കുന്തള നവ പടീരസാര ഘന ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സൗരഭം ഭം എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. വഞ്ചനേന ഞ്ച എന്നുള്ള ഞാ ച എന്നാണ്. വഞ്ചനേന തവ സഞ്ജു ചുംബ സഞ്ജു ഇവിടെ അതേപോലെ ഞ്ചൂന്ന് ഞാ ച എന്നാണ്. ഭുജം അഞ്ചിതോരു സഞ്ജു ചുംബ ഭുജമഞ്ചിതോരു ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അഞ്ചിതോരു എന്നുള്ളതിൻ്റെ ഞ്ചി എന്നുള്ളതും ഞാ ച എന്നാണ്. പുളകാങ്കുരാം നീട്ടിയിട്ട് മുറുക്കം. സ്വിന്ന സന്ന തനുവല്ലരി തദനു കാപി നാമ പശുപാംഗന കാന്തമംസമവലംബതേ സ്മ തവ താന്തിഭാരമുകുളേക്ഷണ കാചിതാചലിതകുന്തള നവപടീരസാര ഘനസൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബ ഭുജമഞ്ജിതോരു പുളകാങ്കുരാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.